ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പഴയ കാലത്ത് വണ്ടികളുമില്ല, യന്ത്രങ്ങളുമില്ല. ജനങ്ങൾ അവരുടെ ശക്തി, ബുദ്ധി പിന്നെ ആരോഗ്യത്തെയാണ് വിശ്വസിച്ചിരുന്നത്. ആ കാലത്ത് ജ്വാലാപൂർ എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ നാട്ടിൽ ഒരുപാട് പൈൽവാന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും എല്ലാ വർഷവും വരുന്ന ഉത്സവത്തിന് പഞ്ചഗുസ്തി ചെയ്ത് ഒരുപാട് സന്തോഷത്തോടെ അവരുടെ ശക്തി പ്രദർശിപ്പിക്കുമായിരുന്നു. ആ നാട്ടിൽ ഒരുപാട് പൈൽവാന്മാരുണ്ടായിരുന്നു. പക്ഷെ എല്ലാ വർഷവും 2 ജാമ്പവാൻ പോലെയുള്ള പൈൽവാന്മാർ മാത്രം പഞ്ചഗുസ്തി മത്സരത്തിൽ അവസാനം വരെ വരും. എല്ലാ വർഷവും മംഗ്ലുവിനും ജീത്തുവിനും ഇടയ്ക്ക് പഞ്ചഗുസ്തി മത്സരം നടക്കും. എപ്പോഴും മംഗ്ലുവാണ് ജയിക്കുക. ഒരു വട്ടം പോലും ജീത്തുവിന് മംഗ്ലുവിനെ തോൽപ്പിക്കാനേ കഴിഞ്ഞില്ല. മംഗ്ലു എല്ലാ വർഷവും തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആ മത്സരത്തിൽ ജയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ജീത്തു എപ്പോഴും അവന്റെ വീട്ടിലേക്ക് വിഷമിച്ചുകൊണ്ടേ വരും. നിങ്ങൾക്ക് സങ്കടമായോ? നിങ്ങൾ വിഷമിക്കണ്ട. ഇനിയും നന്നായി പ്രയത്നിക്കൂ. നിങ്ങൾ തീർച്ചയായും ജയിക്കും. നിങ്ങൾ ആ ദൈവത്തിനോട് വിശ്വസിക്കൂ. ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ എങ്ങനെയാ പ്രയത്നിക്കുന്നത്? എനിക്ക് പറ്റുന്നില്ലല്ലോ. അവൻ എപ്പോൾ നോക്കിയാലും എന്നെ തോൽപ്പിക്കുന്നു. എന്നിലായിരിക്കും എന്തെങ്കിലും പ്രശ്നം. ജീത്തുവിനെ ഇങ്ങനെ സങ്കടത്തോടെ കണ്ട് കുസുമിന് വളരെയധികം സങ്കടം തോന്നി. അതുകൊണ്ട് അവൾ ജീത്തുവിന്റെ ഗുരുവിന് അടുത്ത് ചെന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പ ഗുരു ഇങ്ങനെ പറഞ്ഞു: കുസും, എനിക്കറിയാം മോളെ, നീ പറ്റുന്നിടത്തോളം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ തവണയും മംഗ്ലു തന്റെ ബലം കൊണ്ട് അവനെ തോൽപ്പിക്കുന്നു. രണ്ടുപേർക്കുമുള്ളത് ഒരേ ബലം തന്നെയാണ്. ഞങ്ങൾ ജീത്തുവിനോട് ഒരുപാട് തവണ പറഞ്ഞു, നിന്റെ അറിവ് ഉപയോഗിച്ച് അവനെ നിനക്ക് തോൽപ്പിക്കാമെന്ന്. എന്നാൽ ജീത്തു ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നതേ ഇല്ല. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം വളരെ പിടിവാശിക്കാരനാണ്. ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇതുകൊണ്ട് ഫലങ്ങളും വളരെ മോശമാണ്. അതേ മോളെ, ഞങ്ങളും അത് തന്നെയാ പറയുന്നത്. ജീത്തുവിനോട് ഒരുപാട് തവണ പറഞ്ഞു, പിടിവാശി കൊണ്ടാ അവൻ എപ്പോഴും തോൽക്കുന്നത്. കുസുമ ഗുരു പറഞ്ഞത് കേട്ട് അവൾ തന്റെ ഭർത്താവിന്റെ പിടിവാശി മാറ്റാനായി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ചു. കുസും വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്താൽ തന്റെ ഭർത്താവ് ജീത്തു സന്തോഷിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. അവൾ അന്ന് ജീത്തുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവനെ വയറ് നിറയെ കഴിപ്പിച്ചു. അപ്പൊ ജീത്തു പറഞ്ഞു: എന്റെ ഭാര്യയെ ദിവസവും ഇതുപോലെ നന്നായി രുചിയായിട്ടുണ്ടാക്കി തന്നാൽ എനിക്ക് എങ്ങനെ എന്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? എനിക്ക് പോയി ഒരുപാട് എക്സസൈസ് ചെയ്യണ്ടേ? മത്സരത്തിൽ ആ മംഗ്ലുവിനെ എനിക്ക് തോൽപ്പിക്കണ്ടേ? ജയം തോൽവിയൊക്കെ എല്ലാ മത്സരങ്ങളിലും ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തളരാതെ നോക്കിക്കൊള്ളണം. നിങ്ങൾ വിശ്വാസം കൈവിടാതെ ഇരിക്കൂ. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ശരിയായിക്കോളും. കുസും, അതെങ്ങനെ ശരിയാകും? ആ മംഗ്ലു എപ്പോൾ നോക്കിയാലും എന്നെ തോൽപ്പിക്കുക. കൊച്ചുപ്രായത്തിൽ ഞാൻ പഠനത്തിൽ നമ്പർ 1 ആയിരുന്നു. അതുപോലെ ഈ മംഗ്ലു കളികളിലെല്ലാം നല്ലതുപോലെ പരിശീലനമെടുത്ത് ഫസ്റ്റ് ആയിരുന്നു. നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് മംഗ്ലുവിന് നന്നായി അറിയാം. നിങ്ങൾ എപ്പോഴും വൈകാരികമായി പണി ചെയ്യുമെന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവൻ എപ്പോഴും നിങ്ങളെ പ്രകോപിപ്പിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. കുസും പറഞ്ഞത് കേട്ട് ജീത്തുവിന് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. ജീത്തു മനസ്സിനുള്ളിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചു: കായിക മേഖലയിൽ എനിക്ക് പറ്റിയില്ല. മംഗ്ലുവും എന്തിനെങ്കിലും വീക്കായിരുന്നിരിക്കും. അവന് നല്ല വേഗമുണ്ട്, നല്ല ബലശാലിയാണ്. എന്നാൽ അവന്റെ ബുദ്ധി അവൻ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ കാര്യം ജീത്തു അവന് വേണ്ടി ഉപയോഗിക്കാമെന്ന് കരുതി. ഉടനെ അവൻ തന്റെ ഗുരുവിനടുത്തേക്ക് ചെന്നു. നമസ്കാരം ഉസ്താദ് ജി. മോനെ ജിത്തു, നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ താങ്കളുടെ അപേക്ഷയുമായി വന്നതാ. എനിക്ക് ഉറപ്പുണ്ട് താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന്. എന്തുകൊണ്ടില്ല ജിത്തു മോനെ, നീ പറയുന്നതിൽ ഉറപ്പായും കാര്യമുണ്ടെന്ന് തോന്നിയാൽ ഞാനത് അംഗീകരിക്കാം. ജീത്തു ഗുരുവിനോട് പഞ്ചഗുസ്തി മത്സരത്തിനോടൊപ്പം ബുദ്ധി സംബന്ധിച്ച എന്തെങ്കിലും ഒരു മത്സരം നടത്താൻ വേണ്ടി പറഞ്ഞു. എല്ലാ വർഷവും ഗുസ്തി മത്സരത്തിൽ ഗുസ്തി മാത്രം കണ്ടുകണ്ട് ജനങ്ങൾക്കെല്ലാം ബോറടിച്ചു തുടങ്ങി. നമുക്ക് എന്തുകൊണ്ട് മറ്റൊരു മത്സരം സംഘടിപ്പിച്ചുകൂടാ? കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു പുതുമ കിട്ടുമല്ലോ. മത്സരവും നമുക്ക് ഗംഭീരമായി നടത്താം. നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ കൊള്ളാം. എന്നാൽ ഇതിന് മംഗ്ലു സമ്മതിക്കുമോ? താൻ പറയൂ. മംഗ്ലുവിനോട് ഞാൻ പോയി സംസാരിക്കാം. ജീത്തു തന്റെ ഗുരുവിനോട് ബുദ്ധി സംബന്ധമായ മത്സരം വെക്കാൻ പറഞ്ഞിട്ട് മംഗ്ലുവിനെ കാണാൻ പരിശീലന സ്ഥലത്തേക്ക് ചെന്നു. മംഗ്ലു, തനിക്ക് സുഖമാണോ? തോൽക്കുന്ന ജീത്തു, താങ്കൾക്ക് സുഖമാണോ? താൻ വേറെ എവിടെങ്കിലും പോയി തോറ്റിട്ട് വന്നോ? എന്താ, എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം വേണോ? ജീത്തു മംഗ്ലുവിനോട് ബുദ്ധിശാലി മത്സരത്തിനെ കുറിച്ച് സംസാരിച്ചു.
അവൻ എങ്ങനെയെങ്കിലും മംഗളുവിനെ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചു. മംഗളു ഈ മത്സരത്തിനെ കുറിച്ച് കേട്ടതും ഇതിൽ എന്തോ ഒരു സൂത്രമുണ്ടെന്ന് അവൻ ഉടനെ മനസ്സിലാക്കി. ശരി, താൻ പറഞ്ഞതിനോട് ഞാൻ സമ്മതം മൂളാം. ആ മത്സരത്തിലെങ്കിലും താൻ ജയിക്ക്. താൻ പറഞ്ഞത് ശരിയാ മംഗളു. തന്നെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റുന്നില്ല. തന്റെ ബലത്തിൽ തനിക്ക് നല്ല അഹങ്കാരമുണ്ട്. തനിക്കത് മനസ്സിലായിട്ടില്ല. അതെ, ബലമുണ്ടെങ്കിൽ അഹങ്കാരവും കാണും. അവസാനം മംഗളുവിനെ സമ്മതിപ്പിച്ച് ജീതു അവിടെ നിന്ന് പോയി. അവൻ വളരെ ആകാംക്ഷയോടെ മത്സരത്തിനായി കാത്തിരുന്നു. എന്നത്തെയും പോലെ ജീതു ഇത്തവണയും പഞ്ചഗുസ്തി മത്സരത്തിൽ തോറ്റുപോയി. അവൻ വളരെ സങ്കടപ്പെട്ട് മനസ്സിനുള്ളിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചു. ബുദ്ധി ഉപയോഗിക്കുന്ന മത്സരമിങ്ങി വരട്ടെ. കണ്ടോ ഈ മംഗളുവിനെ അപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന്. അപ്പോഴാണ് മംഗളു ജീത്തുവിനടുത്ത് വന്ന് ഇത് പറഞ്ഞത്. ആ, തന്റെ പേര് ജീത്തു എന്ന് വെച്ചിരിക്കുന്നു. ജീത്തു വന്നാൽ ജയിക്കുന്ന ആളെന്നാ. എന്നാൽ തന്റെ പേര് തോൽവി എന്ന് വെക്കണമായിരുന്നു. അതെ അതെ, എല്ലാം ഈ മത്സരം കഴിയുമ്പോൾ മനസ്സിലാകും. നോക്കിക്കോ. പിന്നെ കുറച്ചു സമയത്തിൽ തന്നെ രണ്ടാമത്തെ മത്സരവും തുടങ്ങി. ജീത്തുവും മംഗളുവും മത്സരത്തിന് തയ്യാറായി നിന്നു. ഈ മത്സരത്തിൽ 2 അവസരങ്ങളിൽ നിങ്ങളുടെ അറിവ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. തിരഞ്ഞെടുക്കാൻ അവിടെ 2 പേരിരിപ്പുണ്ട്. ഈ മത്സരത്തിൽ ആര് ആദ്യം വരുന്നോ അവരാണ് ഈ മത്സരത്തിന്റെ വിന്നർ. രണ്ടാമത്തെ മത്സരം ആരംഭിച്ചതും 2 പേരും ഓടിക്കൊണ്ടേ മുന്നോട്ട് പോയി. അങ്ങനെ ഓടിക്കൊണ്ടേ അവരൊരു നദിക്കടുത്തേക്ക് വന്നു. മംഗളു അവിടെ ഒരു വഞ്ചി കണ്ട് അവൻ ആ വഞ്ചി തുഴയാനായി ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് ജീതു നദി നീന്തിക്കൊണ്ടേ മറ്റൊരു ഭാഗത്തേക്കെത്തി. നദി കടന്നു വന്നതിനു ശേഷം കാട്ടിലുണ്ടായിരുന്ന ഒരുപാട് നരികൾ അവർ 2 പേരുടെ വഴിയും തടഞ്ഞു നിർത്തി. അപ്പൊ മംഗളു ഉറക്കെ ബഹളം വെച്ച് നരികളെ അവിടെ നിന്ന് ഓടിപ്പിക്കാൻ ശ്രമിച്ചു. അയ്യോ, അപ്പോഴാണ് ജീത്തു ആ നരികൾക്ക് നടുവിൽ നിന്നേ ഓടിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്നത്. പിന്നെ ആ മത്സരത്തിലും ജയിച്ചു. ആ മത്സരത്തിൽ ജയിച്ചതും ജീത്തുവിനെ നാട്ടുകാരെല്ലാവരും ചേർന്ന് തോളിൽ എടുത്തു വെച്ച് അവനെ അഭിനന്ദിച്ചു. അപ്പോഴാണ് മംഗളു ജീത്തുവിനോട് ഇങ്ങനെ പറഞ്ഞത്. എടോ ജീത്തു, ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി, ബുദ്ധിശക്തി ബലത്തിനേക്കാൾ വലുതാണ്. ഇങ്ങനെ പറഞ്ഞതും നാട്ടുകാരെല്ലാവരും മംഗളുവിനെയും അവനെ എടുത്ത് അവരുടെ തോളിൽ ഇരുത്തി. പിന്നെ 2 പേരും വളരെ സന്തോഷമായി ചിരിച്ചു. അപ്പൊ ഗുരു മംഗളുവിനോട് ഇങ്ങനെ ചോദിച്ചു. എടോ മംഗളു, പറയൂ, ബുദ്ധിശക്തിയാണോ അതോ ശക്തിയാണോ വലുത്? ബുദ്ധിശക്തിയാണ്.